ക്രൈസ്തവ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ, അതല്ലെങ്കിൽ ക്രൈസ്തവ മതവിഭാഗത്തെ BJP-യോട് അടുപ്പിക്കാൻ എല്ലാ കാലത്തും നല്ല ശ്രമങ്ങൾ നടത്താറുണ്ട് BJP നേതൃത്വം. അതിലൊട്ടൊക്കെ വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അതിന് ഉദാഹരണമായി BJP എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടുകയും ചെയ്യും. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും BJP-ക്കെതിരെ നിങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് പറഞ്ഞാൽ നോക്കൂ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അവിടെ BJP-യല്ലേ ഭരിക്കുന്നത്, അവിടുത്തെ പ്രബല സമുദായം ക്രൈസ്തവരല്ലേ, ക്രൈസ്തവ സഭയല്ലേ എന്ന മറുചോദ്യം ചോദിച്ച് വായ അടപ്പിക്കാനാണ് എപ്പോഴും BJP ചെയ്യാറുള്ളതും ശ്രമിക്കാറുള്ളതും. അതിൽ അവർ വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് അത് അതേപോലെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും ക്രൈസ്തവ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനുമുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ BJP ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അരമനകളിലേക്കുള്ള സന്ദർശനം. അതോടൊപ്പം തന്നെ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുക, കേക്കും വൈനുമായിട്ടാണ് എന്നുകൂടി ഓർക്കണം. അങ്ങനെ BJP ക്രൈസ്തവ മതസമൂഹത്തെ സ്വാധീനിക്കാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബാംഗ്ലൂരിൽ മെത്ര സമിതി CBCI-യുടെ യോഗം നടക്കുന്നത്, സമ്മേളനം നടക്കുന്നത്. ഇന്ത്യയിലെ 170-ഓളം ബിഷപ്പുമാർ പങ്കെടുത്ത സമ്മേളനം. ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും വേണ്ടി രൂപീകരിച്ച CBCI-യുടെ സമ്മേളനം അത് വളരെ പ്രാധാന്യമുണ്ട് ഈ കാലത്ത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു സമ്മേളനം ചേർന്നത് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കൃത്യമായും മറുപടി തന്നിരുന്നു മെത്ര സമിതിയുടെ ഭാരവാഹികൾ തന്നെ. അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഇന്ന് ന്യൂനപക്ഷം, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്നും. ആ സമ്മേളനം അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ വളരെ കൃത്യമായും പറയുന്നു, ഇത്തവണ ക്രൈസ്തവ സമൂഹം BJP-യോടൊപ്പമില്ല. അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ക്രൈസ്തവ സമൂഹം BJP-യോടൊപ്പം നിൽക്കില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പ്രമേയം പറയുന്നത്. പ്രമേയം മാത്രമല്ല, സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട CBCI-യുടെ ഭാരവാഹികൾ തന്നെ അത് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. In concrete suggestion regarding the current political situation in India, I would say, first of all, in the light of the forthcoming general elections in India in 2024, all Christians who are eligible to vote are to be motivated to cast their vote, as it is an important duty in society. And in choosing one's representative, the faithful need to keep in mind the Christian values and principles that would be upheld by the representative, such as respecting for one's religious freedom, upholding the dignity of every human being, fostering democratic processes, holding on the truths taught by the Church, and acting in accordance with one's conscience. Thus, when concerning realities that involve fundamental ethical duties, such as making political choices contrary to Christian principles and values, the magisterium teaches that a well-formed Christian conscience does not permit one to vote for a political making program or individual law which contradicts the fundamental contents of faith and morals. ഇന്ത്യയുടെ സമ്പദ്ഘടന അത് സാധാരണക്കാരിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നും സമ്പത്ത് മുഴുവൻ ഏതാനും ശതമാനം ആളുകളിൽ കേന്ദ്രീകരിക്കുകയാണ് എന്നും പ്രമേയത്തിൽ പറയുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഈ പ്രമേയത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നതിന് ശേഷം വളരെ സുപ്രധാനമായ കാര്യങ്ങൾ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അത് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണമാണ്. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഗുരുവായൂരിലെ പാലയൂർ പള്ളി അത് ശിവക്ഷേത്രമാണ് എന്ന ഹിന്ദു ഐക്യവേദി നേതാവിന്റെ പ്രസ്താവന പോലും സമ്മേളനത്തിൽ ചർച്ചാ വിഷയമായി എന്നാണ് വാർത്തകളിൽ നിന്ന് കേൾക്കുന്നത്. അക്കാര്യം പ്രമേയത്തിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ആക്രമണങ്ങൾ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ മുഖം കണ്ട മണിപ്പൂരിനെ കുറിച്ച് പറയുന്നു. ആ മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായും പ്രമേയത്തിൽ പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം അസമിൽ നടക്കുന്ന അക്രമത്തെക്കുറിച്ച് പറയുന്നു.
അസമിൽ വിവിധ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ യേശുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും പ്രതിമകൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്നു. എന്തിനേറെ പറയുന്നു, ക്രൈസ്തവരോടും കന്യാസ്ത്രീകളോടും ആചാരപരമായ വസ്ത്രങ്ങൾ ധരിക്കരുത്, സാധാരണ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് ആവശ്യപ്പെടുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് വസ്തുത. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിന് മുകളിലെ കുരിശിന് മുകളിൽ കാവിക്കൊടി കെട്ടിയ സംഭവം പോലും ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ എണ്ണി പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് പറയുന്നത്, ഇന്ത്യയിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതേതര മൂല്യവും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ BJPക്ക് വോട്ട് ചെയ്യരുത് എന്ന് കൃത്യമായ സൂചനയാണ് പ്രമേയം നൽകുന്നത്. 170ഓളം ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ പങ്കെടുത്ത സമ്മേളനത്തിന്റെ തീരുമാനമാണ്. ഈ ആക്രമണങ്ങൾ മുഴുവൻ നടത്തുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ മുന്നിൽ വ്യക്തമായ തെളിവുണ്ട്. ആരാണ് എന്ന് ഈ പ്രമേയത്തിൽ പറയുന്നില്ല എങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് സംഘപരിവാറാണ്. സംഘപരിവാറിന്റെയും RSSന്റെയും പ്രവർത്തകരാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. സംഘപരിവാറിന് ഒരു സ്വഭാവമുണ്ട്, ഓരോ സ്ഥലത്തും ഓരോ സംഘടനയായിരിക്കും. ആ സംഘടന ഒരു നിമിഷം ഉയർന്നു വരികയും അടുത്ത നിമിഷം അതില്ലാതാകുകയും പുതിയ സംഘടന രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന അത്ഭുത സംഭവങ്ങളൊക്കെ നമുക്ക് ഉത്തരേന്ത്യയിൽ കാണാൻ കഴിയും. ഒരു സമയത്ത് അത് ഹനുമാൻ സേനയാകും, മറു സമയത്ത് അത് ശ്രീരാമസേനയാകും, മറ്റൊരു സമയത്ത് അത് ശിവസേനയാകും. അങ്ങനെ വിവിധ രൂപത്തിൽ രൂപം മാറി ഇവരൊക്കെ വരികയും പൊങ്ങുകയും അക്രമങ്ങൾ നടത്തുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. എല്ലാവരും അടിസ്ഥാനപരമായി സംഘപരിവാറുകാരാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഈ സംഘപരിവാർ കൂട്ടങ്ങളാണ് ഈ ആക്രമണങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രമേയത്തിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഭരണഘടനാ മൂല്യങ്ങളും മതേതര മൂല്യങ്ങളും സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം മറ്റൊന്നുമല്ല, BJPക്ക് ഇത്തവണ വോട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇത്തവണ ഞങ്ങൾ ക്രൈസ്തവ സമൂഹം BJPയോടൊപ്പമില്ല എന്ന് തന്നെയാണ്. കേരളത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ പോകുന്ന തീരുമാനമാണ് മെത്രാ സമിതി എടുത്തിരിക്കുന്നത്, CBCI എടുത്തിരിക്കുന്നത്. കാരണം കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രം എന്നത് തന്നെ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കുക, ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ച് അവരുടെ അനുഭവം നേടിയെടുക്കുക എന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു. അതിൽ അവർ ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കളൊക്കെ BJPയിലേക്ക് ചേർന്നത്. ഏറ്റവും ഒടുവിൽ ക്രൈസ്തവ നേതാക്കൾ എന്ന് പറയാൻ കഴിയില്ല, ക്രൈസ്തവ പേരുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളായ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, BJPയുടെ നേതാക്കളായി മാറുന്നത്, BJPയുടെ സ്ഥാനാർത്ഥികളായി മാറുന്നത്. അൽഫോസ് കണ്ണന്താനം മുതൽ PC ജോർജ് വരെ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. എന്നിട്ടും കേരളത്തിൽ BJPക്ക് നിലം തൊടാൻ കഴിയുന്നില്ല, കളം തൊടാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് BJPയുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് മറികടന്ന് ഇവിടെ വേരുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രൈസ്തവ മതവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJP തീവ്ര ശ്രമം നടത്തിയത്. അത് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഒരു ക്രൈസ്തവ ഭവനം സന്ദർശിച്ചുകൊണ്ടും കാര്യമില്ല എന്നും ഇത്തവണ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമില്ല എന്നും ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഈ മെത്രാ സമിതിയുടെ തീരുമാനം. അത് കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തത് കൊണ്ടൊന്നും കാര്യമില്ല. അത് കൃത്യമായ രാഷ്ട്രീയ അടവാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഒന്നുകൂടി പൊളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ക്രൈസ്തവരെ സ്വാധീനിക്കാനുള്ള കേരളത്തിലെ BJP നേതാക്കളുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് CBCIയുടെ തീരുമാനം എന്നും പറയാതിരിക്കാൻ കഴിയില്ല.